ജർമ്മനി സാമ്പത്തിക സ്ഥിതിയിൽ തകർച്ചയിലേക്കാണോ? വല്ലാത്തൊരു ചോദ്യമാണ്. പക്ഷേ അറിയാൻ സാധിക്കുന്നതും ഗ്ലോബലായിട്ടുള്ള എക്കണോമിക് പല മാഗസിൻ്റെ റിപ്പോർട്ടുകളാണെങ്കിലും ജർമ്മനി വൻ തകർച്ചയിലേക്കാണ് പോകുന്നത്. നമ്മൾ ഈ ചെറിയ രീതിയിലല്ല, വലിയ രീതിയിലുള്ള തകർച്ചയിലേക്കാണ് ജർമ്മനി പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജർമ്മൻ ചാൻസലർ അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്ററെ സാക്ക് ചെയ്തത്. ഇപ്പോൾ എന്താണ് തകർച്ച, എന്താണ് ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ? അത് ഒരു ഇന്ത്യക്കാരൻ, ഒരു മലയാളി അറിഞ്ഞിരിക്കും എന്തുകൊണ്ടാണ് ജർമ്മനി ഇത്രമാത്രം വലിയ തകർച്ചയിലോട്ട് പോയത്. അത് ആദ്യത്തെ ഇഷ്യൂ എന്ന് പറയുന്നത്, ഏകദേശം റഷ്യ ഉക്രൈൻ വാർ തുടങ്ങിയിട്ട് 1000 ദിവസങ്ങളായി. ഇപ്പോൾ റഷ്യയിൽ നിന്നാണ് ഇവർ ഈ ഗ്യാസ്, അതായത് ക്രൂഡ് ഓയിൽ വാങ്ങിക്കൊണ്ടിരുന്നത്. അത് ഏറ്റവും കുറഞ്ഞ ഒരു പ്രൈസിലാണ് റഷ്യയുമായിട്ട് ഇത് വാങ്ങിക്കോട്ടെ. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കണ്ടു കാണും. കാരണം ജർമ്മനിയുടെ സാമ്പത്തിക സ്ഥിതി മോശമായതിൻ്റെ പേരിലാണ് ജർമ്മൻ ചാൻസലർ ഷോൾസ് പുട്ടിനുമായിട്ട് ഏകദേശം 2-3 മണിക്കൂർ സംസാരിച്ച് ഇതെങ്ങനെയും തുടങ്ങണമെന്നുള്ള രീതിയിൽ അത് വലിയ കോൺട്രവേഴ്സി ആയിട്ട് മാറി ഗ്ലോബലി. അപ്പം ഇവിടുന്ന് ഇതിൻ്റെ ഈ ക്രൂഡിൻ്റെ വരവ് നിന്നപ്പോൾ ജർമ്മനി അത് പുതിയതായിട്ട് കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു. അതായത് എനർജി, അതായത് പെട്രോളിയം അതേപോലെ ഈ പ്രോഡക്റ്റുകളിൽ നിന്നും ഗ്രീൻ എനർജിയിലോട്ട് കൊണ്ടുപോകാനൊരു ശ്രമം നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് ജർമ്മനിയുടെ സാമ്പത്തിക സ്ഥിതി വല്ലാതങ്ങ് താപ്പോട്ടങ്ങ് പോയി. ഇതാണ് അതിൻ്റെ പ്രധാന കാരണങ്ങളൊന്ന് പറയുന്നത്. പിന്നെ മറ്റു ചില കാരണങ്ങളും അതിലേക്ക് കിടക്കാം. അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ. അവിടെ ജർമ്മനിയിൽ ഈ ചൈന വലിയ ഇൻഡസ്ട്രിയൽ ഹബ്ബും മാനുഫാക്ചറും ആയപ്പോൾ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഏകദേശം 90% സാധനങ്ങളും ഇവർ ചൈനയ്ക്ക് കൊടുത്തു അവിടെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി. അത് കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. 1985-90കളിലാണ് പൂർണ്ണമായിട്ട് ജർമ്മനിയിലുള്ള ഇൻഡസ്ട്രിയലൈസ്, അതായത് ഇൻഡസ്ട്രീസ് ഇല്ലാതെ ഓരോന്നായിട്ട് എല്ലാം ചൈനയ്ക്ക് മാനുഫാക്ചർ ചെയ്യാൻ കൊടുത്തു. ഇതിൻ്റെ പേരിൽ അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് മാത്രമല്ല, അതിൻ്റെ GDP അത് ഭയങ്കരമായിട്ട് ബാധിച്ചു. കാരണം ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് 0-ലോട്ടങ്ങ് പോയി. ഞാനീ പറഞ്ഞ കാർ മേക്കിങ്ങും മറ്റുള്ള സംഭവമല്ല. അതിപ്പം ജർമ്മൻ മെഡിസിനെ പറ്റി നിങ്ങൾ കേട്ട് കാണും. ഇപ്പം ഇതുപോലും ഉണ്ടാക്കുന്ന ചൈനയാണ്. ആ രീതിയിലോട്ടങ്ങ് പോയി. അതായത് അവർ ഇഞ്ചക്ഷനും സംഭവങ്ങളും ഫാർമ സെക്ടറും മുഴുവൻ ചൈനയിലോട്ട് മാനുഫാക്ചർ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ എക്കോണമി, അതായത് വല്ലാത്ത രീതിയിൽ അങ്ങ് ഡിപ്പ് ചെയ്തു. ഇപ്പം മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത്, ഈ ജർമ്മനിയിലെ, നിങ്ങൾക്കറിയാം ജർമ്മനി ഒരു വലിയ കാർ മേക്കറാണ്. ഗ്ലോബലായിട്ട് യൂറോപ്പിലെ ഏറ്റവും നല്ല ഒരു കാർ മേക്കേഴ്സാണ് തന്നെയാണ് ജർമ്മനി എന്ന് പറയുന്നത്. മെർസിഡസ്, വോക്സ് വാഗൻ, അങ്ങനെ പല പല കമ്പനികൾ. ഇപ്പം വോക്സ് വാഗൻ്റെ ഏറ്റവും റിപ്പോർട്ട് വരുന്നത് അവർക്ക് 3 പ്ലാന്റുകളുണ്ട് ജർമ്മനിയിൽ. ഏകദേശം 80,000-ഓളം പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരത് റീസ്ട്രക്ചർ ചെയ്യാൻ, അതായത് EVയിലോട്ട് മാറ്റുവാൻ വേണ്ടി അത് ഏകദേശം ഈ പ്ലാന്റുകൾ താൽക്കാലികമായിട്ട് കുറച്ച് ഭാഗങ്ങൾ അടച്ചു പൂട്ടി. അതേപോലെ തന്നെ ആൾക്കാരുടെ മാൻ പവറിൻ്റെ സ്ട്രെങ്ത് വെട്ടിക്കുറയ്ക്കാൻ ഈ 80,000 പേര് ജോലി ചെയ്യുന്ന പ്ലാന്റിൻ്റെ അകത്ത് കൂടുതൽ പ്രൊഡക്ഷനും EVയിലോട്ട് അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തി കഴിഞ്ഞപ്പോൾ ഏകദേശം 30,000-40,000 പേരുടെ ജോലിയാണ് പോകാൻ പോകുന്നത് ഒറ്റയടിക്ക്. മനസ്സിലാക്കുക, അതിന് ഭയങ്കര വൻ ഡിമാൻഡുള്ള കാറുകളാണ് ഇവരുണ്ടാക്കുന്നത്. അവർക്ക് അമേരിക്കയിൽ വരെ പ്ലാന്റുകളുണ്ട്. അതും അവർ കൺവേർട്ട് ചെയ്ത് EVയിലോട്ടാക്കാൻ പോവുകയാണ്. ഇതാണ് അവർക്ക് കിട്ടിയ ഏറ്റവും മറ്റൊരടി. അതേപോലെ തന്നെ, കാരണം ഇത് പ്രോപ്പറായിട്ട് നേരെ ചൊവ്വേ കണ്ട് ഈ ജപ്പാനാണെങ്കിലും അതേപോലെ ചൈനയാണെങ്കിലും ഇപ്പോൾ അമേരിക്കൻ കാർ മേക്കേഴ്സ്, ഇപ്പോൾ ടെസ്ലയാണെങ്കിലും മറ്റൊരു വളരെ നേരത്തെ ഇത് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതൊന്നും ആ സമയത്ത് ജർമ്മനി കാര്യമായിട്ട് എടുത്തില്ല. പിന്നീട് ഈ റഷ്യയിൽ നിന്ന് ക്രൂഡ് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇതവർക്ക് ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ടി വന്നു. ആ സമയത്തുണ്ടായ ഒരു ട്രാൻസിഷൻ ടൈമിൽ ഇവർക്ക് അടി കിട്ടി. നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഫോക്സ്വാഗനിൽ വലിയ സ്ട്രൈക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എംപ്ലോയീസിൻ്റെ. അതായത് അവരുടെ കാർ, ഇൻക്ലൂഡിങ് ഇപ്പം മെർസിഡസ് ബെൻസ്, അപ്പോൾ അവരുടെയും വലിയൊരു ഭാഗം, അതായത് ഏകദേശം 80% അത് മാനുഫാക്ചർ ചെയ്യുന്ന ഇവിടെ ചൈനയിൽ. അതിവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിട്ടാണ് പലയിടത്തോടെ ഇവർ അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരും ഒരു ട്രാൻസിഷൻ ടൈമിലോട്ട് പോയി. കാരണം അവരും അത് EVയിലോട്ടാക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇതേപോലെ അടി കിട്ടിയത്. കാരണം മറ്റുള്ള രാജ്യങ്ങളും ഇപ്പം അമേരിക്ക ആണെങ്കിലും ജപ്പാൻ കുറച്ച് പുറകിലാണ്, പക്ഷേ അവർ മുന്നോട്ട് കയറി വന്നു.
അപ്പം മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റുണ്ട്, ലോക GDP-യിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ജർമ്മനി. അവിടെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, അതെ, പബ്ലിക് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള സഹകരണത്തിൻ്റെ പേരിൽ ഇന്ത്യയിൽ വരുന്ന കുട്ടികളിൽ വലിയൊരു ശതമാനം അവിടെ ഫീസ് കൊടുക്കാതാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എടുത്ത് കളയാൻ പോവുകയാണ്. പിന്നീട് അവരുടെ ഈ അൺഎംപ്ലോയ്മെൻ്റ് റേറ്റ്, അത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റാണ്. എത്രയാണ്? 3.5 അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടായിരിക്കുന്ന ജർമ്മനിൽ. അത് വല്ലാത്ത രീതി. യൂറോപ്പിൽ ഏറ്റവും നല്ല എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്ന രാജ്യമായിരുന്നു ജർമ്മനി. ഇപ്പോൾ അവിടെ 3.5 അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു 7 വരെ എത്തുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ പറയുന്നത്. അപ്പോൾ 7 വന്ന് വരെ അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് കൂടുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ജർമ്മനിയുടെ സാമ്പത്തിക സ്ഥിതി വല്ലാതെ താഴോട്ട് പോകും. അത് പിടിച്ചാൽ കിട്ടുന്ന രീതിയിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ഇതെല്ലാം കൂടെ ക്ലബ്ബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ജർമ്മനി എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, അത് ഞാൻ വീണ്ടും ആവർത്തിക്കാം, അത് പലപ്പോഴും അത് ഇന്ത്യക്കാരെ ബാധിക്കും, മലയാളികളെ ബാധിക്കും, അവിടെ ജോലി ചെയ്യുന്നവരെ ബാധിക്കും. കാരണം ഇതുണ്ടായേ മതിയാവത്തുള്ളൂ. ലേ ഓഫ് ഉണ്ടാകും. പലരോടും പറയും തിരിച്ചു പോകാൻ പറയും, അല്ല വേറെ വഴിയൊന്നുമില്ല. ഇനി മനസ്സിലാക്കേണ്ട ചില പോയിന്റുകളുണ്ട്. നമ്മൾ ഇപ്പോൾ യൂറോപ്പിൽ ട്രെയിൻ യാത്ര ചെയ്തവർക്കറിയാം, അതായത് മറ്റുള്ള രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങളിൽ ട്രെയിൻ യാത്ര ചെയ്യുന്നവർക്കും മെട്രോ യാത്ര ചെയ്യുന്നവർക്കറിയാം, ഏറ്റവും ഡിസിപ്ലിൻ പാലിക്കുന്ന ട്രെയിൻ സമയങ്ങളും ടൈമിങ്ങും യാത്രയുമാണ് ജർമ്മനിയിലുള്ളത്. യൂറോപ്പിൽ നിങ്ങൾ ഏത് സിറ്റി ആണെങ്കിലും ഏത് രാജ്യത്തെ എടുക്കുകയാണെങ്കിലും ആലോചിച്ച് നോക്കുക, അവരുടെ ഇൻഫ്രാസ്ട്രക്ചറെ പോലും ഈ സാമ്പത്തിക സ്ഥിതി ബാധിച്ചു. ഇപ്പം പുതിയ ലേറ്റസ്റ്റ് കണക്ക് ജർമ്മനി തന്നെ പുറത്തു വിടുന്നത്, അവരുടെ മെട്രോ ട്രെയിനുകൾ ഏകദേശം 20-25% പോലും അവർക്ക് ടൈം കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ലോങ് ട്രെയിനുകളുണ്ട് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകുന്നത്, അതിൻ്റെ ഏകദേശം 25-30 വരെ ശതമാനം അവർക്ക് ടൈം കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ജർമ്മനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന സംഭവം അവരിത് അപ്ഡേറ്റ് ചെയ്യേണ്ടായിരുന്നു, അതായത് ഇത് റീസ്ട്രക്ചർ ചെയ്യേണ്ടതായിരുന്നു. അവരുടെ റെയിൽവേ ആണെങ്കിലും റോഡുകളാണെങ്കിലും ഈ സംഭവം ഇതവർ ചെയ്യാതെ ഇട്ടിരുന്നു. കാരണം ആളുകളുടെ എണ്ണം പെട്ടെന്നങ്ങ് കൂടി. കാരണം ഇല്ലീഗലും മറ്റുള്ള ഇമിഗ്രൻസും എല്ലാം കൂടെ കയറി അങ്ങ് വന്നു. ഇപ്പോൾ റോഡുകൾ മുഴുവനും ജാമായി. സിറ്റികളിലൊക്കെ വലിയ ട്രാഫിക് ജാമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെയും പണി നടന്നുകൊണ്ടിരിക്കും. കാരണം ഇവരെല്ലാം അതിൻ്റെ മേളിൽ കിടന്ന് ഉറങ്ങി. ജർമ്മനി ഭരിച്ചവരുടെ ഒരു തള്ള ജർമ്മനിയുടെ വൈസ് ചാൻസലറായിട്ടിരുന്ന സമയത്ത് വല്ലാത്ത വിഭാഗം ആൾക്കാരെ, ഇമിഗ്രൻസിനെ കൊണ്ടുവന്നു ഈ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ. ഇതൊക്കെ ഇപ്പോൾ തലവേദനയായിട്ട് മാറിയ രാജ്യത്തിന് വല്ലാത്ത രീതിയിൽ. ഇപ്പം ഈ പോക്ക് പോവുകയാണെങ്കിൽ ജർമ്മനി എത്ര നാളും സാമ്പത്തിക സ്ഥിതിയിൽ മികച്ചു നിൽക്കാൻ സാധിക്കും? അതായത് ലേ ഓഫ് പല രീതിയിൽ വരാൻ പോവുകയാണ്. അതേപോലെ ഗവൺമെൻറ്റിൻ്റെ ആക്ടിവിറ്റീസ് പോലും പഴയ പോലെ വളരെ സ്ട്രിക്റ്റും പഞ്ച്വലുമായിട്ട് പോകാൻ സാധിക്കുന്നില്ല. കാരണം ഇത് എല്ലാ സെക്ടറിലും ബാധിക്കുമല്ലോ. കാരണം ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക തകർച്ച എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കി, ട്രെയിൻ ടൈം അവർക്ക് മാറാൻ തുടങ്ങി. അവരുടെ റോഡുകൾ ഈ പറയുന്ന പോലെ അത് റീസ്ട്രക്ചറും പരിപാടിയിലോട്ടും പോകുമ്പോൾ റോഡുകളിൽ മുഴുവനും ട്രാഫിക് കഞ്ചഷൻ, ആൾക്കാർക്ക് സമയത്തിന് എത്താൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് കേട്ട് കാണും, ബ്രിട്ടീഷ് ടൈമിനേക്കാളും കറക്റ്റ് ടൈം ജർമ്മൻ ടൈമാണ്. അവിടെയാണത് ഇൻഫ്രാസ്ട്രക്ചറിനെ വരെ ബാധിച്ചു. അത് എല്ലാ തലങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ ജർമ്മനിയുടെ എല്ലാ തലങ്ങളിലും അവരുടെ സാമ്പത്തിക തകർച്ചയെ ബാധിക്കുകയാണ്. ആ രീതിയിലാണ് ആ രാജ്യം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പറയാൻ പോകുന്നത്, ഇപ്പം മലയാളികൾ പലരും അവിടെ ഈ പഠിക്കാനും ജോലിക്കും അവിടെ സംഭവങ്ങളായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഇനി അവിടെ നിന്ന് ജോലി ചെയ്യാൻ വേണ്ടി ഒരു പോളിസി മാറ്റം അവിടെ ഉണ്ടാകാൻ പോവുകയാണ്. അല്ലെങ്കിൽ ആ രാജ്യത്തിന് പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. ഇപ്പം അതേപോലെ തന്നെ അമേരിക്കൻ ഗവൺമെൻറ് ജർമ്മൻകാർ എല്ലാ സാധനങ്ങൾക്ക് 20% ടാരിഫ് ഏർപ്പെടുത്തുന്നത്. കാരണം അവിടുന്ന് ജർമ്മനിയിൽ നിന്ന് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അത് 20% വരുമ്പോൾ ഇപ്പോൾ 10% ഉള്ളൂ. അതും അവരുടെ കാർ മാനുഫാക്ചറിങ്, ഈ സാധനത്തെ, ഈ ഇലക്ട്രോണിക്സ് ആണെങ്കിലും എഞ്ചിനീയറിംഗ് ടൂൾസ്, ഇതൊക്കെ അത് കയറി ബാധിക്കാൻ പോവുകയാണ്. അത് വല്ലാത്ത രീതിയിലാണ് ജർമ്മനിയുടെ സാമ്പത്തിക സ്ഥിതി പോകുന്നത്. കാരണം ഏറ്റവും മികച്ച രാജ്യമായിരുന്നു, പക്ഷേ എല്ലാ രീതിയിലും എല്ലായിടത്തും കയറി ബാധിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്, വരാൻ പോകുന്ന 4-5 മാസം കഴിയുമ്പോൾ എങ്ങനെയാണ് ജർമ്മനി മുന്നോട്ട് പോകുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ജർമ്മനിയിൽ പല കക്ഷികൾ ചേർന്നിട്ടുള്ള ഭരണമാണ്. ഒരു സെർട്ടനിറ്റി ഇല്ല ആരാണ് ഇത്ര നാൾ ഭരിക്കുന്നത്. അതും ജർമ്മനിയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഫാർ റൈറ്റ്, മറ്റു ഭാഗത്തിൽ ലിബറൽസ്, ലെഫ്റ്റ്. ഇതുമെല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ ജർമ്മനി ഇതെല്ലാം ഓവർകം ചെയ്യുമോ?
ഇതിനെപ്പറ്റിയാണ് ഈ എക്കണോമിസ്റ്റുകളും പല മാഗസിൻസും എക്സ്പേർട്ടുകളും പറയുന്നത്. അപ്പം ഇതെത്രമാത്രം അപ്പോൾ ഉറപ്പായിട്ടത് ഇന്ത്യയും കേരളത്തെയൊക്കെ ബാധിക്കും. കാരണം ഇന്ത്യയുടെ പല ഭാഗത്തും പല ഇൻഡസ്ട്രിയും പലതൊക്കെ ജർമ്മൻസ് നടത്തുന്നുണ്ട്. ഇതൊക്കെ നമ്മളെയും ബാധിക്കും. അതായത് ജർമ്മനിയിൽ എന്തെങ്കിലും ബാധിച്ചാൽ ഇന്ത്യയും കൊച്ചു കേരളത്തെയും ബാധിക്കുമെന്ന് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഇന്ത്യയും ബാധിക്കും, ഇന്ത്യയുടെ പല സെക്ടേഴ്സിനെയും ബാധിക്കും. കാരണം ഇഷ്ടംപോലെ ഫാർമ സംഭവം അവർ ഔട്ട്സോഴ്സ് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ അത് ഇന്ത്യയും ബാധിക്കും. കാരണം ഒരു കാരണവശാലും അവർക്ക് ഇൻഡസ്ട്രീസിനെ ഇനി മാറ്റി നിർത്തി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഇൻഡസ്ട്രീസ് അവിടെ വന്നേ മതിയാവത്തുള്ളൂ, എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തേ മതിയാവത്തുള്ളൂ. അത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമായി മാറി. ഇപ്പം ഈ രീതിയിലുള്ള കാഴ്ചപ്പാടൊക്കെ നോക്കുകയാണെങ്കിൽ എത്രമാത്രമാണ് ജർമ്മനി സർവൈവ് ചെയ്യുന്നത്, അത് ഗ്ലോബൽ എക്കോണമിയെ ഉറപ്പായിട്ടും ബാധിക്കും.